ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ്. കുറേ നാളുകളായിട്ട് മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. അതായത് 8 മണിക്കൂർ അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ 7 to 8 മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു ദിവസത്തിൻ്റെ വൈകുന്നേരം ഇവിടെ നിന്ന് തിരിച്ച് റൂമിലെത്തുമ്പോഴത്തേക്കും സമയം 7 മണിയാവും, 6 മണിക്ക് ഇറങ്ങിയാലും. പിന്നെ ബാക്കിയുള്ളത് 2-3 മണിക്കൂർ. കാരണം 10 മണിക്ക് ഉറങ്ങിയാലാണ് രാവിലെ വെളുപ്പിനെ എന്നിട്ട് ജിമ്മിൽ പോകാൻ പറ്റുള്ളൂ. സോ 7-8 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന സമയം മൊത്തം ഈ ഓഫീസിൻ്റെ അകത്ത്. എല്ലാ ദിവസവും ഓഫീസിൽ വരണ്ട, പക്ഷെ മിക്ക ദിവസവും വരണം. അത് ഇന്ന ദിവസം എന്നൊരു കൺഫർമേഷൻ അങ്ങനെ ഇല്ല. സോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്കൊന്ന് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ ലാപ്ടോപ്പിൽ നോക്കി സ്പെൻഡ് ചെയ്യുന്നത്. സോ അതിൽ വലിയ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ ഈ ഒരു വിയേർഡായിട്ടുള്ള ഫീലിംഗ് ഇല്ലേ, അതായത് ലൈഫിൻ്റെ മെജോറിറ്റി ഒരു ഭാഗവും നമ്മൾ ജോലിക്ക് വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഈ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ലാപ്ടോപ്പിൽ നോക്കി എത്ര നേരം, ഒരാഴ്ച. ഇപ്പം പോലും ഞാൻ മെയിലെന്തെങ്കിലും വന്നിട്ടുണ്ടോന്ന് കണ്ണിൻ്റെ ഒരു കണ്ണ് ആ സൈഡിലേക്കാണ് പോണേ. സോ എത്ര നേരം നമ്മുടെ ലൈഫിൽ എന്തൊരു വർഷങ്ങളാണല്ലേ ശരിക്കും ഈ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കി കുത്തിയിരുന്ന് പോകുന്നത്. ഒരു സെൻസിൽ ആലോചിച്ച് കഴിയുമ്പോൾ. പക്ഷെ സർവൈവ് ചെയ്യാൻ പൈസ വേണം, അതിന് ജോലി ചെയ്യണം. ജോലി ചെയ്യാനുള്ള മടിയല്ല പറയണേ, ബട്ട് നമുക്കിഷ്ടമുള്ള, നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡിലേക്ക്, നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ എനിക്കൊന്ന് ജോയ്ഫുള്ളി നമ്മൾ ആ ജോലി ചെയ്യുമായിരിക്കും. ഹാർഡ് വർക്ക് എന്ന് പറയുന്ന പോലെ ആരും ജോയ്ഫുൾ വർക്ക് എന്ന് പറയാറില്ല. ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഹാപ്പി ആയിട്ട് ചെയ്യാൻ, പക്ഷെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് കൂട്ടിമുട്ടി സീനാകും. പക്ഷെ നമ്മുടെ പീസ്, ഹെൽത്ത്, ഫൈനാൻഷ്യൽ ഫ്രീഡം, അതുപോലെ ഫ്രീഡം ഇൻ ജനറൽ, ഇതെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു ജോലി ഇനി ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തേക്കാണ്. കാരണം ഇതെൻ്റെ 2ാമത്തെ കമ്പനിയാണ് കോർപ്പറേറ്റ് ലൈഫിൽ തന്നെ. ഇപ്പോൾ എനിക്ക് വർക്കും ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും 7 മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ പോകുന്നത് ഇതിനകത്ത് തന്നെയാണ്. ബട്ട് പാർട്ട് ടൈമായിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല. എൻ്റെ ക്യാമറ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് എടുത്ത് പുറത്തേക്ക് പോകുന്ന പോലുമില്ല. ബൈക്ക് നാട്ടിലായതുകൊണ്ട് ഇപ്പോൾ ബൈക്ക് എടുത്ത് ഇങ്ങോട്ടും പോകുന്ന പരിപാടിയും ഇല്ല. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ യൂട്യൂബിൽ എൻ്റെ വേറൊരു ചാനലുണ്ട്, അതിനകത്ത് ഇട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആതിരപ്പള്ളി വാൽപ്പാറ റൈഡ് പോയത്, അത് കഴിഞ്ഞ കൊല്ലം ജൂണിൽ. അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സോ എനിക്ക് വേറെ ആരെയും ഇതിന് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സാലറിക്ക് വേണ്ടി, സാലറി മോശമല്ല, പക്ഷെ ആ പൈസയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാക്രിഫൈസ് വളരെ മോശം, പരിതാപകരമാണ്. സമയം മെയിനായിട്ടും. സോ ഐ ആം ട്രൈങ്. അറ്റ്ലീസ്റ്റ് ഈ ഫോൺ നോക്കിയാണെങ്കിലും സംസാരിക്കുന്നത് പോലും എൻ്റെ ലൈഫ് മൊത്തം കോർപ്പറേറ്റ് ഡിവോർ സ്വാളോ ചെയ്തേക്കുന്ന ഒരു സംഭവമല്ല. വേറെ കുറച്ച് അത് കൂടാതെ എനിക്ക് എന്തെങ്കിലും, അത് കൂടാതെ പറയാനും സംസാരിക്കാനും ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറയുന്ന ഒരു സ്ട്രീമാണ് ഇപ്പോൾ ഈ വീഡിയോയിലിരുന്ന് ഞാൻ സംസാരിക്കുന്ന ഈ ഒരു ആക്ട് പോലും. സോ ലെറ്റ്സ് സീ വെയർ ഇറ്റ് ഗോസ്. താങ്ക് യു.